ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. നമ്മൾ കുറേ ആയില്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ട് തന്നെ എപ്പോഴും ഒന്നെങ്കിൽ കുക്കിംഗ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ നാളുകൾക്ക് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ പോവുകയാണ്. രാവിലെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റു. വാവതാ ഇപ്പോൾ ജസ്റ്റ് ഫീഡ് ചെയ്തിട്ട് അങ്ങോട്ട് കിടത്തിയതിന് ശേഷമാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ആൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ എഴുന്നേറ്റുണ്ടായിരുന്നു. എന്നിട്ട് വാവേനെ ഫീഡ് ചെയ്തിട്ട് വീണ്ടും ഉറക്കി കുറച്ച് നേരം കൂടി കിടക്കും. ചിലപ്പം ഇപ്പം തന്നെ എഴുന്നേൽക്കാം, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഫീഡ് ചെയ്തിട്ട് കിടത്തിയിട്ടുണ്ട്. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയട്ടെ, ഇതിലങ്ങനെ എക്സ്ട്രാ ഓർഡിനറി സംഭവങ്ങളായിട്ടൊന്നും ഉണ്ടാവില്ല. അതായത് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ എങ്ങനെയാണോ ഒരു ദിവസം എൻ്റെ എങ്ങനെയാണോ അതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എല്ലാ ദിവസവും ഇതുപോലെ ആയിരിക്കില്ല, എന്നാൽ എല്ലാ ദിവസവും ഇത്ര നല്ലതും ആയിരിക്കില്ല. സോ ഓരോ ദിവസം ഓരോ രീതിയിലാണ്. ഇന്നിപ്പോൾ വാവ എങ്ങനെ കോപ്പറേറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും എൻ്റെ ഒരു ഡേ പോകുന്നത്. അവൾ ഭയങ്കര ക്രാങ്കിയാണ്, അല്ലെങ്കിൽ ഇന്നധികം കളിക്കുന്നില്ല, കരച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു പണി നടക്കുന്നുണ്ടാവില്ല. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്കറിയില്ല എങ്ങനെയായിരിക്കും ഈ വീഡിയോ മുന്നോട്ട് പോകുന്നതെന്നുള്ളത്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു മുൻകൂർ ജാമ്യം എടുത്തത്. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഡേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ്. എന്നോട് എപ്പോഴും ചോദിക്കാറുള്ള കാര്യം എങ്ങനെയാ വെച്ചാൽ ഇത്രയും റെസിപ്പീസ് രാവിലെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ രാവിലെ ഉണ്ടാക്കി വെക്കുന്നതല്ല, രാത്രി ഉണ്ടാക്കി വെക്കുന്നതാണ്. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. രാത്രി ഉണ്ടാക്കി വെക്കും, രാവിലെ ചൂടാക്കി എടുക്കുന്നു. പക്ഷെ അതെപ്പോഴും പറ്റുന്നതല്ല, എന്നൊന്നും അല്ല. മോള് നല്ല മൂഡിലാണെങ്കിൽ രാത്രി ഉണ്ടാക്കി വെക്കും. അഥവാ മോൾ രാത്രിയാണ് ക്രാങ്കിയെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു കറി മാത്രമായിരിക്കും. ഇന്ന് രാവിലത്തേക്കുള്ള കറിയും ഉച്ചക്കത്തേക്കുള്ള കറിയും തോരനും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കറിയാം വീഡിയോ എടുക്കണം, അപ്പം എല്ലാം കൂടി ഒരുമിച്ച് ശരിയാവില്ല. എന്നിട്ട് ഞാനെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്, ചൂടാക്കി എടുക്കണം. അപ്പം അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു കേട്ടോ. രാവിലത്തെ തോരൻ, ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള കറി, പിന്നെ ഇത് കടലക്കറിയാണ്. ഇതും ചൂടാക്കണം, കടുക് വെക്കണം, ബാക്കി എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാനുള്ള പ്ലാൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തലേദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. കാരണം എല്ലായ്പ്പോഴും വാവ ഉറങ്ങുന്ന സമയമല്ല ഇത്. ചിലപ്പോഴൊക്കെ അവൾ 6 മണിക്ക് എഴുന്നേറ്റിരുന്ന് കളിക്കാറൊക്കെ ഉണ്ട്, ചിലപ്പോൾ കരയാറുമുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് പ്രിപ്പയർ ആയി നിന്നതാണേ. അപ്പോൾ തലേദിവസം രാത്രി തന്നെ ഞാൻ കറിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ, അതായത് ഇന്ന് രാവിലെ എനിക്ക് ചോറ് മാത്രം ഉണ്ടാക്കിയാൽ മതി. ചോറും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉദ്ദേശിക്കുന്നത്. കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. കടലക്കറി തിളപ്പിച്ച് വെക്കണം, ഒന്നുകൂടി തിളപ്പിക്കണം, പിന്നെ ഉള്ളി ഒന്ന് വറുത്ത് ചേർക്കണം, അത്രയേ ഉള്ളൂ. എന്തായാലും കറി ഒന്നും കൂടി തിളപ്പിച്ചാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് റെഡിയാണ്. ഇപ്പോൾ ചോറ് വെക്കണം. ഞാൻ അതിന് കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. ചോറ് വെക്കുന്നത് കുക്കറിലിട്ടാണ് കേട്ടോ. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കെറ്റലിൽ വെള്ളം ചൂടാക്കിയിട്ട് ആ വെള്ളം ഒഴിച്ചാണ് പെട്ടെന്ന് ചോറ് വേവിച്ചെടുക്കുന്നത്. അതാകുമ്പം പെട്ടെന്ന് തന്നെ വിസിലടിച്ചോളും. അല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ കുറേ സമയം എടുക്കുമല്ലോ അതൊക്കെ ഒന്ന് തിളച്ച് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കെറ്റലിൽ വെള്ളം ചൂടാക്കിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കറണ്ട് ബില്ലില്ല, പലർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ബാംഗ്ലൂരിൽ അത് കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് വരില്ല. അതായത് ഇത്ര യൂണിറ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് ബില്ല് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഗ്യാസിനെക്കാട്ടിലും കൂടുതൽ മാക്സിമം കറണ്ടിലേക്കാണ് ഇപ്പം ഇത് ചെയ്യുന്നത്. അതായത് വെള്ളമൊക്കെ ചൂടാക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ വെള്ളം തിളപ്പിക്കുമല്ലോ, അപ്പോൾ അതെല്ലാം ഞാൻ കെറ്റലിനകത്ത് വെള്ളം ചൂടാക്കിയിട്ടാണ് എടുക്കുന്നത്. ഇനി ഒരു ഇൻഡക്ഷൻ സ്റ്റൗവും കൂടി വാങ്ങിച്ചാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. അപ്പോൾ ഞാനവിടെ ചോറിനുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പുട്ടുണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനെപ്പോഴും യൂസ് ചെയ്യുന്ന പൊൻകതിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ. അതില്ലാന്നുണ്ടെങ്കിൽ അജ്മി യൂസ് ചെയ്യും. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് കുഴച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആ ഒരു അളവിന് വെള്ളവും പൊടിയും കുറച്ച് ഉപ്പും കൂടി മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ മാവ് യൂസ് ചെയ്യാൻ പറ്റും, അതായത് പുട്ടുപൊടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കുഴച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പുട്ടുപൊടി അങ്ങനെ തന്നെ ആയിരിക്കാം. കാരണം ഞാൻ ഇടയ്ക്ക് അജ്മി വാങ്ങിച്ച സമയത്തും അതും ഇതുപോലെ തന്നെ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അതങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സെറ്റായി കിട്ടിക്കോളും. ഞാനിപ്പോൾ ഇവിടെ പുട്ടുപൊടിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട്, അതായത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കിവിടെ രാവിലെ വേസ്റ്റ് കൊണ്ടുപോയി കളയണം. അതായത് വേസ്റ്റ് കൊണ്ടുപോയി
താഴെ റോഡിൽ വെക്കേണ്ടി വരും. BBMP എന്ന് വന്നിട്ട് അവർ കളക്ട് ചെയ്യും, വണ്ടിയിൽ വന്നിട്ട് അവരെടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതിനുള്ളത് ജിജുവേട്ടൻ കൊണ്ടുവെക്കുകയാണ്. പിന്നെ ഇപ്പം ജിജുവേട്ടന് കൊണ്ടുപോകാനുള്ള ഫുഡ് മാത്രം നോക്കിയാൽ മതി, കാരണം മോൾക്ക് സ്കൂൾ സ്റ്റാർട്ടായിട്ടില്ല. അവക്കിനിയും സ്റ്റാർട്ടാവുന്നത് ഈ മന്ത് എൻഡിലാണ്. മന്ത് എൻഡിൽ 20-ാം തീയതി കഴിയുമ്പോഴാണ് സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ തൽക്കാലത്തേക്കില്ല. അവളുടെയും കൂടി സ്കൂൾ സ്റ്റാർട്ടാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓട്ടത്തോടോട്ടമായിരിക്കും. ഒരു 7:30 വരെ ഞാൻ ഓട്ടത്തോടോട്ടമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം നമുക്ക് റിലാക്സ് ചെയ്യാൻ കിട്ടുമായിരുന്നു മുമ്പ്. ഇപ്പം അതുമില്ല, കാരണം ഇപ്പോൾ വാവ ഉള്ളതുകൊണ്ട് മോള് പോയാലും വാവയുടെ ആരും നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് എന്തായാലും ജിജുവേട്ടനുള്ളത് മാത്രം റെഡിയാക്കി വെച്ചാൽ മതി. പിന്നെ ഞാൻ രാവിലെ തന്നെ ചോറും കറിയും വെക്കാൻ എനിക്ക് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അത് കഴിയുമ്പം ഹോൾ ഡേ നമുക്ക് ആ ഒരു എന്ത് ഫുഡ് ഉണ്ടാക്കണം, അപ്പോൾ വാവ ഉറങ്ങണം, വാവ ഉറങ്ങിയാലേ ഫുഡ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയൊന്നും തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബേർഡൻ അങ്ങ് മാറിക്കിട്ടും. പിന്നെ ആ ഒരു ഡേ ഫുള്ളായിട്ട്, അതായത് നൈറ്റ് വരെ നമുക്ക് ഈ കറി യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഹോൾ ഡേ നമ്മൾ ആ കറി യൂസ് ചെയ്യാറുണ്ട്. മോശമാവാറില്ല പൊതുവെ, ഇതുവരെ അങ്ങനെ മോശമായിട്ടില്ല. നമ്മളിവിടെ മാക്സിമം ഒരു 9-9:30 ഒക്കെ ആകുമ്പോഴത്തേനും ചോറ് കഴിച്ച് കഴിയും. അപ്പോൾ അതുവരെയും ഈ കറിയൊന്നും ചീത്തയാവാതെ അങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. ഞാനവിടെ കറിയെല്ലാം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കടലക്കറി തിളപ്പിച്ചെടുത്തു, എന്നിട്ട് ഉള്ളിയൊക്കെ വറുത്ത് ചേർത്തിട്ടുണ്ട്. സാധാരണ കടുകും വറുക്കാറുണ്ട്, ഉള്ളിയും വറുക്കും, ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഉള്ളി വറുത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി തോരനും ഒക്കെ ആയിട്ട് ചൂടാക്കി എടുക്കുകയാണ്, കറിയൊക്കെ ചൂടാക്കി എടുക്കുകയാണ്. വെള്ളരിക്ക കറിയാണ് കൊണ്ടുപോകുന്നത് ഉച്ചക്കത്തേക്ക്, അപ്പോൾ അതും ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ പുട്ടുപൊടിയൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ തേങ്ങ ഞാൻ ഇതുപോലെ ചിരകി വെക്കാറുണ്ട്. ഇപ്പം ഞാനിത് ഒരു 2-3 തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ കുറച്ച് ഇന്നലെ രാത്രി തന്നെ കറിക്കും തോരനും ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ ഒരു ടിഫിൻ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഇനിയിപ്പോൾ കുറേ ഉണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പം 1-2 ദിവസം എടുക്കുന്നില്ല എന്നാൽ എടുത്ത് വെക്കുകയും വേണം, പക്ഷേ 2 ദിവസത്തേക്ക് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീസറിൽ വെക്കാറുണ്ട് കേട്ടോ. അതാവുമ്പോൾ കേടാവാതെ അവിടെ ഇരുന്നോളും. ചിലപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ താഴത്തെ സെക്ഷനിലാണ് വെക്കുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് അത് സ്മെല്ല് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1-2 തേങ്ങ ഒരുമിച്ച് ചിരകിയതിന് ശേഷം അതിൽ പകുതി ഞാൻ എടുത്ത് ഫ്രീസറിലും പകുതി എടുത്ത് താഴെ ഫ്രിഡ്ജിലും വെക്കാറുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിലുള്ളത് കാലിയായതിനു ശേഷം ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പുട്ട് ഞാൻ ആവി കയറ്റാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൂടി ടിഫിൻ ബോക്സ് എടുത്ത് വെക്കുകയാണ്, അതായത് പാക്ക് ചെയ്ത് വെക്കുകയാണ്. കാരണം സമയം ഓൾമോസ്റ്റ് 7:15 ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ ജിജുവേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ട് എല്ലാം പാക്ക് ചെയ്തിട്ട് ഫാനിൻ്റെ അടിയിൽ വെക്കും, കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. അത് ചെറുതായിട്ട് ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ തുറക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു 2-3 മിനിറ്റ് അറ്റ്ലീസ്റ്റ് നല്ല ഹൈ സ്പീഡിൽ ഫാൻ ഓൺ ചെയ്തിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പാക്ക് ചെയ്തിരിക്കുന്നത് ചോറും പിന്നെ വെള്ളരിക്ക കറിയാണ്, വെള്ളരിക്ക പുളിങ്കറി എന്ന് പറയും, അതും പിന്നെ പപ്പായ തോരനാണ്. അതാണ് ലഞ്ചിന്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ് കേട്ടോ. എത്ര പേർക്ക് പുട്ടും കടലക്കറി ഇഷ്ടമില്ലാത്തവരുണ്ട്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താണെന്നറിയില്ല, പറയുമ്പോൾ ചിലപ്പം ഒരു ചെറിയ ചമ്മലുണ്ട്, എന്നാലും എനിക്ക് പുട്ടും കടലക്കറി ആ ഒരു കോംബോ അത്ര ഇഷ്ടമല്ല കേട്ടോ. കുറേ പേർക്ക് ഇഷ്ടമാണെന്നറിയാം. ചിലപ്പോൾ ഇത് ഞാൻ പറയുമ്പം കുറച്ച് ശത്രുക്കൾ വരുമായിരിക്കും, പക്ഷേ എന്നാലും എനിക്കെന്തോ പുട്ടും കടലക്കറി കോംബോ അത്ര ഇഷ്ടമല്ല. അതെന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എനിക്ക് പുട്ടും പിന്നെയും ചെറുപയർ തോരൻ കൂട്ടി കഴിക്കാൻ പിന്നെയും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുട്ടും കടലക്കറി അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. എന്നാലും കഴിക്കും കേട്ടോ, കഴിക്കാതിരിക്കുന്നതല്ല, അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് ബാഗിലെടുത്ത് വെക്കുമ്പോഴേക്കും അതിന് മുന്നേ തന്നെ ഒരാൾ അവിടെ എഴുന്നേറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജിജുവേട്ടൻ റെഡി ആവുന്നതിന് മുന്നേ തന്നെ വാവ എഴുന്നേറ്റ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചില ദിവസം എഴുന്നേൽക്കാറില്ല, പക്ഷെ ചില ദിവസങ്ങളിൽ നേരത്തെ എഴുന്നേറ്റിരിക്കും. എന്തിനാണെന്ന് എനിക്കറിയില്ല, രാവിലെ എഴുന്നേറ്റിരിക്കും. അങ്ങനെ ഇന്ന് അച്ഛൻ പോകുമ്പോൾ എന്തായാലും എഴുന്നേറ്റിട്ടുണ്ട് ആൾ. അപ്പോൾ അതുകൊണ്ട് അച്ഛന് ബായ് ഒക്കെ പറയാൻ പറ്റി. ബായ് പറയാറായിട്ടില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് പുറത്തിറങ്ങി നിൽക്കാമല്ലോ. ഏട്ടൻ ഓഫീസിലേക്ക് പോകുമ്പോൾ എനിക്ക് വരുന്നൊരു തോട്ടാണ്, അയ്യോ ഇനി വൈകുന്നേരം 7:30 കഴിയുമല്ലോ വരാനെന്ന്. പക്ഷേ സമയം പോകുന്നതേ അറിയത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ വാവയ്ക്ക് ഒരു ഉറക്കവും കൂടി ഉണ്ട്. സാധാരണ അവൾ രാവിലെ എഴുന്നേറ്റാലും, അതായത് കുറച്ച് നേരത്തെ എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സമയത്തൊക്കെ എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഉറങ്ങും. പിന്നെ അത് കഴിഞ്ഞ് കുളിപ്പിച്ച് കഴിയുമ്പോഴാണ് അത്യാവശ്യം ഒരു 1-2 മണിക്കൂറൊക്കെ ഒന്ന് ഉറങ്ങുന്നത്. അത് 1-2 മണിക്കൂർ ഞാൻ വെറുതെ എൻ്റെ ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്, എപ്പോഴൊന്നും അങ്ങനെ ഉറങ്ങാറില്ല. ഇപ്പം ഞാൻ വാവ എഴുന്നേറ്റിരിക്കുന്ന സമയമാണ്, കുറച്ച് സമയം കൂടി എഴുന്നേറ്റിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തെന്ന് വെച്ചാൽ യൂട്യൂബിൽ നന്ദഗോപൻസിൻ്റെ ഭജന ഉണ്ടല്ലോ, അത് കേട്ടുകൊണ്ടിരിക്കും. ഇതിപ്പോൾ തുടങ്ങിയല്ല, ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം തൊട്ടേ ഇങ്ങനെയാണ് കേട്ടോ. ഒന്നുകിൽ ഡെവോഷണൽ സോങ്സ് കേൾക്കും, അല്ലെങ്കിൽ ഇവരുടെ ഭജന കേട്ടുകൊണ്ട് ഇരിക്കാറുണ്ട്. ഇപ്പം കുറേ സമയം കേട്ടു. അത് കഴിഞ്ഞപ്പോൾ വാവയ്ക്ക് നല്ല ഉറക്കം വരാൻ തുടങ്ങി. ഇനി കുറച്ച് പാൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉറങ്ങിക്കോളും. അത് ചെറിയൊരു പൂച്ച ഉറക്കമായിരിക്കും, പെട്ടെന്ന് തന്നെ എഴുന്നേക്കും. എന്നാലും ഒന്ന് ഉറക്കട്ടെ കേട്ടോ. ഉറങ്ങിപ്പോയി മോളെ, ഉറക്കം കിടന്നത്, ഉറങ്ങിപ്പോയി.
വെറുതെ പറയല്ല, ശരിക്കും വാവനെ ഉറക്കം കിടത്തിക്കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴായിട്ട് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോകുന്നുണ്ട്. കാരണം അത്രയും ക്ഷീണമുണ്ട് കേട്ടോ. എനിക്ക് രാത്രി എത്ര മണിക്കാണ്, ചിലപ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒന്ന് ഉറങ്ങുന്നത് തന്നെ. അത് കഴിഞ്ഞാൽ ഒരു 3:30 ഒക്കെ ആകുമ്പോഴത്തേനും വാവ ഒന്നും കൂടി എഴുന്നേക്കും ഫീഡിങ്ങിന് വേണ്ടിയിട്ട്. ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു 5 o'clock എഴുന്നേക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കുറവ് ഇപ്പം ഉറക്കമാണ്. ഞാൻ ഹാർഡ്ലി ഒരു 2-3 hours ഒരു ദിവസം ഉറങ്ങുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അതിശക്തിയല്ല, ശരിക്കുള്ളത് തന്നെയാണ്. ആകെ വീക്കെൻഡ്സ് മാത്രമാണ് കുറച്ചെങ്കിലും നന്നായിട്ട് ഉറങ്ങുന്നത്. അപ്പം ഞാൻ അവിടെ ശരി വാവ ഉറങ്ങല്ലേ എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് വന്ന് ഒന്ന് മുഖം കഴുകിയുള്ളൂ, അപ്പോഴേക്കും ആൾ എഴുന്നേറ്റ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പൂച്ച ഉറക്കമാണ്, ശരിക്കും പൂച്ച ഉറക്കം. ഉറക്കി കിടത്തിയ ഒരു 1/2 മണിക്കൂർ പോലും ഉറങ്ങില്ല ആ സമയത്ത്. പിന്നെ കുളിപ്പിച്ച് കഴിയുമ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് ഉറങ്ങുന്നത്. ഇപ്പം എന്തായാലും ഇനിയിപ്പം ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അവളെ കട്ടിലെ തന്നെ കിടത്തിയതിന് ശേഷം ഞാനവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മോൾ എഴുന്നേറ്റിട്ടില്ല, കുക്കു എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അവൾക്കിപ്പോൾ ലീവാണല്ലോ, അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് അവൾ എഴുന്നേൽക്കുന്നത്. ഞാനും പോട്ടെ എന്നങ്ങ് വിചാരിക്കും. കാരണം എന്ന് വെച്ചാൽ സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ രാവിലെ 7 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പോകണം, അല്ല രാവിലെ 6 മണിയാകുമ്പം എഴുന്നേൽക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ടങ്ങ് വിടും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ചയാണ്, ഒരു ദിവസത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതാന്ന്. അതായത് ഫസ്റ്റ് ഇവർ രണ്ടുപേരും രാവിലെ എഴുന്നേക്കും, എൻ്റെ മൂത്ത മോൾ എഴുന്നേൽക്കുമ്പം ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ, അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. കാരണം മോക്ക് കുക്കുവിനാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വാവനെ കാണുമ്പം ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. എന്നിട്ട് വന്നിട്ട് കുറേ സമയം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇപ്പോഴാണ്, ഈ ഒരു വെക്കേഷൻ ആയതുകൊണ്ട്. സ്കൂളിൽ പോകുന്ന സമയത്ത് അങ്ങനെ അല്ലായിരുന്നു. അതായത് അവൾ മോളുണ്ടായി കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാറുണ്ടായതല്ലോ, അന്നേരം എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് വന്നുകൊണ്ട് ഒരു ഉമ്മ കൊടുക്കും, പെട്ടെന്ന് റെഡിയാവും, പോകുന്ന സമയത്ത് ഒരു ബായൊക്കെ പറഞ്ഞിട്ട് പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഈ വെക്കേഷൻ സ്റ്റാർട്ടായ പിന്നെ ദിവസം എഴുന്നേറ്റ് ഒരു 15-20 minutes അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. ഇപ്പം ഇതുപോലെ എഴുന്നേറ്റ് കുറേ സമയം അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അച്ഛന് അവിടെ ടീ ബ്രേക്ക് ആയിട്ടുണ്ട്, അതായത് ചായയുടെ ബ്രേക്കായി. ആ സമയത്തുള്ളൊരു വീഡിയോ കോളാണ്. ഇതൊരു മാൻഡറ്ററി വീഡിയോ കോളാണ്. ദിവസം ജിജോട്ടിന് ടീ ബ്രേക്കിൻ്റെ സമയത്ത് വിളിക്കാറുണ്ട്. ഒന്നെങ്കിൽ രാവിലെ വിളിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഉച്ച സമയത്ത് വിളിക്കാറുണ്ട്. ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. ആകാശം പോലെ അകലെ എന്നോട് നിങ്ങളിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഇത്രയും സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഞാൻ നാളെ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. ഇന്ന് അരി കുതിർക്കാൻ പോവാണ്. ഞാൻ എങ്ങനെയാണ് കുതിർത്ത് വെക്കുന്നതെന്നും എങ്ങനെ അരയ്ക്കുന്നതെന്നും കൂടി കാണിച്ചു തരാം. പിന്നെ ഇതേ അരി തന്നെ വേണമെന്നില്ല, റേഷൻ അരി ആയാലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ അരി ഉണ്ട്, അതുകൊണ്ട് ഞാൻ എടുക്കുന്നു. ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട്, പക്ഷേ ഇതിന് പകരം റേഷൻ അരി ആയാലും ഒരു കുഴപ്പമില്ല, സെയിം അളവിലെടുത്താലും മതിയാവും. ഈ അരിയാണ് എടുക്കുന്നത്. ഇത് ഡൊപ്പി അരി എന്ന് പറയും, അതായത് ഇഡ്ഡലി റൈസ് ആണ് ബേസിക്കലി. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് റേഷൻ അരി വെച്ചിട്ടും ചെയ്യാം. ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും. ഇതൊരു 1.25 ഗ്ലാസ് എടുക്കുന്നുണ്ട്. 1.25 ഗ്ലാസ് അരിക്ക് ഏകദേശം ഇതിൻ്റെ ഒരു 1/4 കപ്പോളം ഉഴുന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് വരാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 4-5 മണിക്കൂറൊക്കെ കഴിയുമ്പം അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുതിർത്ത് വെച്ചതിന് ശേഷം 5:30-6 മണി ആ ഒരു സമയത്ത് അരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതല്ല, ചിലപ്പോൾ രാത്രി 9 മണിക്കൊക്കെ അരച്ചിട്ടുണ്ട്. 5:30-6 മണി എന്നല്ല, 9:30-ക്കും 10 മണിക്ക് വരെ ഞാൻ അരച്ചിട്ടുണ്ട്. പക്ഷെ രാവിലെ ആകുമ്പോഴേക്കും അത് മാവൊക്കെ നല്ലോണം പൊങ്ങി വരും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ലേറ്റ് നൈറ്റാണ് അരയ്ക്കുന്നത്, കുറച്ച് ലേറ്റായിട്ട് അരയ്ക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ചീൻചട്ടി എന്തെങ്കിലും എടുക്കാം, കുറച്ച് ചൂടുവെള്ളം, തിളച്ച വെള്ളമല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന മാവുണ്ടല്ലോ ആ പാത്രം ഇറക്കി അങ്ങ് വെക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ 1-2 തവണ ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ വെള്ളം ചേഞ്ച് ചെയ്യുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ രാവിലെ ആകുമ്പോഴേക്കും, ഇനിയിപ്പോൾ ചേഞ്ച് ചെയ്തില്ലെങ്കിലും രാവിലെ ആകുമ്പോഴേക്കും മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാവും. അതായത് ആ ഒരു ചൂട് കൊണ്ട് അത് ഫെർമെൻ്റ് ആയി കിട്ടിക്കോളും. ഇവിടെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്, അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ തണുപ്പ് സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. മാവ് നല്ലോണം പൊങ്ങി വരാറുമുണ്ട്, നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടാറുമുണ്ട്. ഇനിയിപ്പം ഈ അരിയിൽ നിന്നല്ല, ഏത് അരി വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും അങ്ങനെ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പം നേരത്തെ അരയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി. സോ 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കട്ടെ. എനിക്ക് ടീസ്പൂൺ എന്ന് പറഞ്ഞാലും സ്പൂണിൻ്റെ ആവശ്യമില്ല, ഞാൻ അല്ലാതെ തന്നെ അങ്ങ് ഇടുവാണേ. ഏകദേശം 1 ടീസ്പൂൺ ഉണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് അരയ്ക്കാം. ഇനിയിപ്പോൾ വാവനെ കുളിപ്പിക്കണം, പോവാം.
ഞാൻ മുമ്പ് കാണിച്ച വീഡിയോ എന്താണെന്ന് വെച്ചാൽ സാധാരണ ഇവൾ കരയുന്ന സമയത്ത് ഏട്ടന് പാട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് സൈലൻ്റ് ആവും. അപ്പോൾ അതായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത്. ഇനി വാവനെ എണ്ണ തേപ്പിക്കാൻ പോവാണ്. ഞാൻ ഇങ്ങനെ കാലെ കിടത്തി എണ്ണ തേപ്പിക്കാറില്ല കേട്ടോ, കാരണം എനിക്കത് അറിയില്ല. അപ്പോൾ അറിയാത്ത കാര്യം റിസ്ക് എടുത്ത് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഏറ്റവും കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ മാറ്റിൽ കിടത്തിയിട്ട് ചെയ്യുന്നതാണ്. ഞാൻ മോക്കും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് അന്നേരം അറിയില്ലായിരുന്നു. അപ്പോൾ 6 മാസം വരെ വാവേനെ കുളിപ്പിച്ചത്, 3 മാസം ഏട്ടൻ്റെ അമ്മയാണ് കുളിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 6 മാസം വരെ ഞാൻ അറിഞ്ഞിട്ടില്ല അവളെ എങ്ങനെ കുളിപ്പിക്കേണ്ടതെന്ന് പോലും. പക്ഷേ വാവേനെ അങ്ങനെയല്ല, 1.5 മാസം തൊട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കാലെ കിടത്തി കുളിപ്പിച്ച് റിസ്ക് എടുക്കാനൊന്നും പോയില്ല. ഇതുപോലെ മാറ്റിൽ കിടത്തിയിട്ടാണ് കുളിപ്പിക്കുന്നത്. ഇവളെ എണ്ണ തേക്കുന്ന സമയത്ത് എല്ലാം ഓക്കെയാണ്, പക്ഷേ ഒരു സ്ഥലത്ത് ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ തേച്ച് എക്സസൈസൊക്കെ ചെയ്യിപ്പിച്ചു. പിന്നെ വാവയ്ക്ക് ഇടയ്ക്കൊരു സ്കിൻ അലർജി ഉണ്ടായിരുന്നു. ഒരു 2 months ഒക്കെ ഉള്ള സമയത്ത് ഒരു സ്കിൻ അലർജി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു സ്കിൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അവൾക്ക് സെപ്പറേറ്റ് ആയിട്ട് സോപ്പും, അതായത് വേറെ സോപ്പും ക്രീമും ഒക്കെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോപ്പ് വന്നിട്ട് ന്യൂ സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സോപ്പാണ് യൂസ് ചെയ്തത്. പിന്നെ ക്രീം വന്നിട്ട് അവർ തന്നെ ഒരു പ്രിസ്ക്രൈബ് ചെയ്തൊരു ക്രീമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിപ്പം സ്റ്റോപ്പ് ചെയ്തു, കാരണം അവളുടെ സ്കിന്നെല്ലാം നോർമൽ ആയിട്ടുണ്ട് ഇപ്പം. അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ എന്താണോ തേച്ച് കൊടുത്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ്. സെബാമെഡിൻ്റെ ക്രീമും പിന്നെ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറുമാണ് തേക്കുന്നത്. ആക്ച്വലി ഡോക്ടർ പറഞ്ഞത് ബോഡിക്കും ഫേസിനുമായിട്ട് വേറെ വേറെ അങ്ങനെ അതിൻ്റെ ആവശ്യമേ ഇല്ല, എല്ലാം ഒരേപോലെ തന്നെ തേക്കാവുന്നതാണ്. ജസ്റ്റ് ഈ മാർക്കറ്റിൽ പറയുന്ന പോലെ അല്ല, സ്കിൻ ഡോക്ടർ പറഞ്ഞ കാര്യമാണ്, ഞാൻ പറയുന്നതല്ല. എല്ലാം നമുക്ക് ബോഡി ആൻഡ് ഫേസ് രണ്ടും ഒരുപോലെ യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ആൻഡ് അവർ പ്രിസ്ക്രൈബ് ചെയ്ത ക്രീം ഒരുപോലെ യൂസ് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞത് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് എങ്ങനെ ഫേസ് ക്രീം തേച്ചുകൊണ്ടിരുന്നു അതേ ഫേസ് ക്രീമും പിന്നെ മോയ്സ്ചറൈസറും തേക്കുന്നത്. എണ്ണ വന്നിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് മദർസ്പർഷിൻ്റെ ആണ്. മദർസ്പർഷിൻ്റെ ആൽമണ്ട് ഓയിലാണ് ഇപ്പോൾ തേക്കുന്നത്. മുമ്പ് കോക്കനട്ട് ഓയിൽ തേച്ചുകൊണ്ടിരുന്നു, പക്ഷേ ഇടയ്ക്കത് കിട്ടാത്തത് കൊണ്ട്, ഇടയ്ക്ക് ഞാനിങ്ങനെ ഓൺലൈൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കത് കിട്ടിയില്ല, പെട്ടെന്ന് വേണമായിരുന്നു. ആ സമയത്ത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ആൽമണ്ട് ഓയിൽ വാങ്ങിച്ചു നോക്കി, അതും വാവയ്ക്ക് സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വാവേനെ കുളിപ്പിച്ചെടുത്തു. ഞാൻ പിന്നെ കുളിപ്പിക്കുന്ന സമയത്ത് ബാട്ടബിൽ കിടത്തിയിട്ടാണ് കുളിപ്പിക്കുന്നത്. ആദ്യം പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോയിട്ടില്ല, ബാട്ടബിൽ കിടത്തിയിട്ടാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വാവയ്ക്കുള്ള വിറ്റാമിൻ്റെ സിറപ്പൊക്കെ കൊടുത്തു. ഇനി ആൾ നന്നായിട്ടൊന്ന് ഉറങ്ങും എന്ന് പ്രതീക്ഷയിൽ ഒരു അരമണിക്കൂറെങ്കിലും മെനക്കെട്ടിട്ട് നമ്മളൊന്ന് ഉറക്കും. ചിലപ്പം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂർ സമയം നമുക്ക് തരും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇല്ല, ഇന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ അവൾ ഉറങ്ങുന്നുണ്ടായിരുന്നേ. അപ്പം അതുകൊണ്ട് ഞാൻ ഹാളിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് നമുക്കില്ല, മൗണ്ടൻസിൻ്റെ കടക്കാണ് തുണി കിടക്കുന്നത്. അത് അത്രയും മടക്കി വെക്കാനുള്ളതാണ്. ഇതിപ്പം ആകെ 2 ദിവസത്തെ തുണിയാണ്, അത് അത്രയും മടക്കാനുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ അടുക്കളയിൽ വന്നപ്പം ഈ ഒരു ചിക്പി ഇത് കണ്ടു, അതായത് കപ്പലണ്ടി മിഠായില്ലേ, അത് ഞാൻ പൊട്ടുകടല വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പൊട്ടുകടലയും ജാഗരിയും കൂടി ജാഗരി മെൽറ്റ് ചെയ്തിട്ട് പൊട്ടുകടല ചേർത്തിട്ട് കുറച്ച് സെസമി സീഡ്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയെടുത്തതാണ്. അതൊരു കപ്പലണ്ടി മിഠായി പോലൊക്കെ തന്നെ ഉണ്ടാവും. അതാകുമ്പോൾ നല്ലൊരു എനർജി ബാറാണ് കേട്ടോ. അതും കുറച്ച് വെള്ളം കൂടി കൂട്ടി കഴിച്ച്, കാരണം എനിക്ക് മധുരം മാത്രമായിട്ട് കഴിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചിട്ട് അങ്ങനെ കഴിച്ചു. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വിശക്കില്ല, പിന്നെ മാത്രമല്ല ഹെൽത്തിയും ആണ്. ആൻഡ് ഓൾസോ ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ വിശക്കില്ല. എന്നാൽ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു എനർജി ഫീൽ ചെയ്യും. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കഴിച്ച ഒരു സാധനമാണ് റോസ്റ്റഡ് ചന ദാൽ. ബിക്കോസ് എനിക്ക് വല്ലാണ്ട് ഷിവറിങ് ഒക്കെ കൂടുമായിരുന്നു, പെട്ടെന്ന് തന്നെ വിശക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ഇത് കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് തുണി മടക്കലായി കഴിഞ്ഞു. തുണി അങ്ങനെ എന്തായാലും മടക്കി തീർത്തു. അതും കഴിയുമ്പോൾ നല്ല ആശ്വാസം ഉണ്ടെങ്കിലും അടുത്തൊരു സെറ്റ് പുറത്ത് ഉണക്കാനിട്ടിട്ടുണ്ടാവും. ഇനി അത് മടക്കുന്നതായിരിക്കും വേറെ നെക്സ്റ്റ് നാളത്തെ പണി. സോ അങ്ങനെ എന്തായാലും തുണിയെല്ലാം മടക്കി വെച്ചു. അപ്പോഴും വാവ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ചോറും കഴിച്ചേക്കാം, കാരണം എന്ന് വെച്ചാൽ അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചോറ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ മോൾ അവിടെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് സ്കൂൾ സ്റ്റാർട്ട് ആയിട്ടില്ല, പക്ഷേ വെക്കേഷൻസിൽ കൊടുക്കുന്ന ഹോംവർക്ക് ഉണ്ടല്ലോ, അത് ഇപ്രാവശ്യം കുറച്ച് കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് ഇത്രയും ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരുപാടുണ്ട്, എഴുതാൻ ഒരുപാടുണ്ട്. സോ ഈ ഒരു മാസം ഫുൾ അവൾ റെസ്റ്റ് എടുത്തു. മെയ് മാസം മൊത്തം റെസ്റ്റ് എടുത്ത് ഇപ്പോൾ ജൂൺ ആയപ്പോഴാണ് അവൾക്ക് പേടിയായി തുടങ്ങിയത്. ക്ലാസ് സ്റ്റാർട്ട് ആവാറായില്ലേ, അപ്പോഴാണ് അവൾക്ക് പേടിയായി തുടങ്ങിയത് ഹോംവർക്കൊക്കെ ഫിനിഷ് ചെയ്യണമല്ലോ എന്ന്. അങ്ങനെ അവൾ അവിടെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് കഴിച്ചിട്ട് അവൾക്കും കൂടി വാരി കൊടുക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും, ചിലപ്പോൾ അന്ന് കഴിക്കില്ല, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കഴിക്കാമെന്ന് പറയും. അപ്പോൾ ടൈം അങ്ങ് ദൂരേക്ക് പോകുമല്ലോ, ലൈക്ക് ഒരു പ്രോപ്പർ ടൈമിന് കഴിച്ചില്ലെങ്കിൽ പിന്നെ ലേറ്റായിട്ട് കഴിച്ചാൽ ഹെൽത്ത് ഇഷ്യൂസും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കുന്ന സമയത്ത് അവൾക്കും കൂടി അങ്ങ് ഫീഡ് ചെയ്തു. അപ്പോൾ
അപ്പോഴേക്കും ഒരാൾ എഴുന്നേറ്റു. അത്രേ ഉള്ളൂ ഉറക്കം. 1 മണിക്കൂർ എങ്ങാണ്ട് ഉറങ്ങിക്കാണും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും വാവ എഴുന്നേറ്റുണ്ടായിരുന്നു. പിന്നെ വാവനെയും കൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള ഹോംവർക്കൊക്കെ എഴുതി തീർക്കാനായിട്ട് കൊണ്ടുവന്നത്. അവളെ അവിടെ ഫ്ലോറിൽ കിടത്തുകയാണെങ്കിൽ കുറച്ച് നേരം കളിച്ചുകൊണ്ടിരുന്നോളൂ. കുറച്ച് നേരം കളിക്കും, പിന്നെ ഇടയ്ക്കൊന്ന് എടുത്തുകൊണ്ട് നടക്കണം, വീണ്ടും കിടക്കും, അങ്ങനെയൊക്കെയാണ്, കുഞ്ഞല്ലേ. അപ്പോൾ അവൾ കിടന്ന് കളിക്കുന്ന സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് കുറേ സമയം കളിക്കാറുണ്ട് ഇങ്ങനെ. എന്നാൽ ഇടയ്ക്ക് പെട്ടെന്നങ്ങ് മടുക്കും ആൾക്ക്. അപ്പം എത്ര കളിപ്പാട്ടം കൊടുത്തിട്ടും അല്ലെങ്കിൽ എത്ര ടോയ്സ് കൊടുത്തിട്ടും ഒരു കാര്യവും ഇല്ല. സോ അങ്ങനെ കുറച്ച് സമയം ഹോംവർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും മോൾക്ക് ഡാൻസ് ക്ലാസ്സിന് പോകേണ്ട സമയമായി. മോളുടെ ഡാൻസ് ക്ലാസ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 മാസം നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് വാവ ചെറുതായതുകൊണ്ട് അവളെയും കൊണ്ട് പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അതിന് മുമ്പ് ഒരു 1 മന്ത് ഓൺലൈൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഡെലിവറി കഴിഞ്ഞ് 1.5 മാസം അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അമ്മ കൊണ്ടാക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ ഇപ്പോൾ നാട്ടിൽ പോയി, ഫെബ്രുവരി ഒക്കെ പകുതിയായപ്പോൾ അമ്മ നാട്ടിൽ പോയി. ആ സമയം തൊട്ട് അവൾ ഓൺലൈൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ഏകദേശം ഒരു 1 മന്ത് അങ്ങനെ പോയി. പിന്നെ അങ്ങോട്ട് നമുക്ക് വീണ്ടും ഓൺലൈൻ ക്ലാസ് എടുത്താൽ ശരിയാവില്ല. പിന്നെ കുട്ടികളും കുറവായിരുന്നു, എല്ലാവരും വെക്കേഷന് വേണ്ടിയിട്ട് പുറത്ത് പോയിക്കല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് സ്റ്റോപ്പ് ചെയ്തു. ഒരു 1 മന്തോളം 1-2 മന്ത്സ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ വാവേനെയും കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോയി. ഫസ്റ്റ് ടൈമാണ് കേട്ടോ വാവ പോകുന്നത്. ഡാൻസ് ക്ലാസ്സും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേന് മോൾക്ക് നല്ല വിശപ്പ്. എന്തെങ്കിലും വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ തൊട്ടടുത്ത് മിൽക്ക് ഷേക്കിൻ്റെ കടയുണ്ടായിരുന്നു, ജ്യൂസ് സെൻറ്റർ ഉണ്ടായിരുന്നു, അവിടെ നിന്നൊരു മിൽക്ക് ഷേക്ക് അവക്കും എനിക്കൊരു കോൾഡ് കോഫിയും കൂടി വാങ്ങിച്ചു. പിന്നെ വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്ത് പോകുന്നത്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആദ്യം അവളെ പോകുന്ന സമയത്ത് ഓപ്പോസിറ്റാണ് കിടത്തിയതെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ് ഈ കിടത്തിയത്. കാരണം അതാകുമ്പോൾ അവൾ നോക്കിക്കൊണ്ടിരുന്നോളും. ആൻഡ് അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. വണ്ടികളും ബഹളവും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ ഒരു ബേബി കാരിയർ ബാഗില്ലേ, ഇത് ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് വാങ്ങിച്ചതാണേ. നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. ആൻഡ് നമുക്ക് കുറച്ച് നേരമെങ്കിലും നമ്മുടെ കൈ പിടിക്കാതെ, അതായത് വാവിനെ പിടിക്കാതെ ഫ്രീ ആയിട്ട് വിടാൻ പറ്റും. പിന്നെ അത് നമുക്ക് 2 in 1 ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ കുഞ്ഞല്ലേ, വാവ കുഞ്ഞായതുകൊണ്ട് നമുക്കത് ഫുൾ അവളെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരുമല്ലോ. ആ സമയത്ത് അത് അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഒരു 1 year ഒക്കെ കഴിയുമ്പം ജസ്റ്റ് അവളെ ഇരുത്തിക്കൊണ്ട് പോകുന്ന സമയമാകുമ്പോൾ, അതായത് നമുക്ക് എടുക്കുന്ന സമയമാണ് എന്നാൽ ഇത്രയൊന്നും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുമ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഹിപ്പ് സീറ്റ് മാത്രം വെച്ചുകൊണ്ടും അത് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ആ ഒരു ഐറ്റം വേണം നമുക്ക്. കാരണം ഞാൻ ഈ ഡാൻസ് ക്ലാസ്സിന് സ്ഥിരമായിട്ട് കൊണ്ടാക്കാൻ പോകേണ്ടി വരുമല്ലോ. അപ്പോൾ അതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. എനിക്കത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നല്ല ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരും. ഇങ്ങനെ 1.5 hour ഒക്കെ എടുത്തുകൊണ്ട് നടക്കാമെന്ന് പറഞ്ഞാൽ ഡാൻസ് ക്ലാസ്സിന് പോകുന്ന മാത്രമല്ല, അവിടെ പോയിട്ട് ഏകദേശം 1 മണിക്കൂറോളം ഞാൻ അവിടെ നിൽക്കാറുണ്ട്. അപ്പോൾ അത്രയും സമയം നിൽക്കുമ്പോഴും ഇവിടെ എടുത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ ഒരു ബേബി കാരിയർ ബാഗ് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ജിജുവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 7 o'clock ഒക്കെ കഴിയുമ്പോൾ ജിജുവേട്ടൻ വരും. ഏട്ടൻ വന്നതിന് ശേഷം ഞാൻ വാവനെ ഏട്ടനെ കൊടുത്തിട്ട് അരി അരച്ച് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ജാറിലാണ് അരയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രം അരി ഇട്ടിട്ട് ചോറ് ഞാൻ എടുക്കുന്നത് ഒരു കൈപ്പിടിയോളമാണ്. നമ്മുടെ ഒരു കൈപ്പിടിയോളം എടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഏകദേശം ഒരു ചെറിയ തവിയിൽ 2 തവി എടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൈപ്പിടിയോളം എടുക്കാൻ പറ്റും. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് അരച്ച് വെക്കുക. ഇതിപ്പോൾ ഞാൻ ദോശയ്ക്കും ഇഡ്ലിക്കും രണ്ടിനും കൂടി ഒരേ മാവായതുകൊണ്ട് തന്നെ ഭയങ്കര നൈസായിട്ട് അരയ്ക്കുന്നില്ല. അതായത് നല്ല നൈസ് ഫൈനായിട്ട് അരയ്ക്കുന്നില്ല, ചെറുതായിട്ട് തരിത്തരിയോട് കൂടിയാണ് അരയ്ക്കുന്നത്. കാരണം ഇഡ്ലിക്കാകുമ്പം കുറച്ച് തരിത്തരിയും വേണം, എന്നാൽ ദോശയ്ക്ക് നല്ല നൈസായിട്ടും വേണം. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ രണ്ടിൻ്റെ നടുക്കായിട്ട് കുറച്ച് ലൈറ്റ് തരിത്തരിയായിട്ട് ബാക്കി വെച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി വെക്കുക. ഈ ഒരു പാട്ടുണ്ടല്ലോ, അതായത് നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കണം, എന്നാലേ നന്നായിട്ട് ഫെർമെൻ്റ് ആയി കിട്ടത്തുള്ളൂ കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാതെ പ്രോപ്പറായിട്ട് കാണിക്കാത്തതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല നമ്മളിങ്ങനെ കൈ കൊണ്ട് മാവ് ഇളക്കുന്ന സമയത്ത്. എന്നാൽ നമ്മുടെ വീട്ടുകാരല്ലേ, നമ്മൾ കൈ ഒന്ന് നീറ്റായിട്ട് കഴുകിയതിന് ശേഷം ചെയ്ത് കൊടുക്കാവുന്ന ഇളക്കി വെക്കാവുന്നേ ഉള്ളൂ. നമ്മൾ സെർവ് ചെയ്യുന്നത് നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പക്ഷേ അത് നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നന്നായിട്ട് ഫെർമെൻ്റ് ആയി കിട്ടിക്കോളൂ. നിങ്ങൾക്ക് ഇങ്ങനെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, മാവൊന്നും ഫെർമെൻ്റ് ആയി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു 5 മിനിറ്റ് എങ്കിലും മിനിമം ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചങ്ങ് വെക്കുക. പിറ്റേ ദിവസം ഉറപ്പായിട്ട് ഫെർമെൻ്റ് ആയി കിട്ടിക്കോളും. അതവിടെ അരച്ച് വെച്ചതിന് ശേഷം ഞാനൊരു മാങ്ങ എടുത്ത് കട്ട് ചെയ്ത് നമ്മളെല്ലാവരും കഴിച്ചു. പിന്നെ ചായ ഇടാൻ പോവാണ്. എനിക്ക് ചായയും ജിജുവേട്ടനും സുലൈമാനിയാണ്. സുലൈമാനി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ, കട്ടൻ ചായയാണ്. പക്ഷെ അതിൻ്റെ കൂടെ കുറച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പു, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും ചേർക്കും. ആൾക്കതാണ് ഇഷ്ടം. അപ്പം ഏട്ടന് സുലൈമാനിയും പിന്നെ എനിക്കൊരു ചായ, ലൈറ്റായിട്ടുള്ളൊരു ചായയും കുടിക്കുന്നുണ്ട്. കാരണം എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ഇപ്പോൾ എന്തോ അറിയില്ലെന്ന്, വൈകുന്നേരം ആകുമ്പോൾ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഒരു എനർജി കുറവ് ഫീൽ ചെയ്യാറുണ്ട്. സോ അങ്ങനെ 2 ആൾക്കും 2 ഇടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, മോള് വന്ന് കഴുകി തരുന്നുണ്ട് കേട്ടോ. അവൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു കഴുകി തരാമോ എന്ന്.
അവൾ വന്ന് കഴുകി തരുകയും ചെയ്തു. അതാകുമ്പോൾ കുറച്ചെങ്കിലും പാത്രം സിങ്കിൽ നിന്ന് എനിക്ക് സിങ്കിൽ ഇങ്ങനെ പാത്രം കൂട്ടി വെക്കുന്നത് ഇഷ്ടമില്ലാത്ത കാര്യം. അപ്പം ചോദിച്ചപ്പോൾ അവൾ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചൊന്ന് കഴുകി വെച്ചു. ബാക്കി ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം കഴുകിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവളും കുറച്ച് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറയുമ്പോഴേക്കും ചായ റെഡിയായി. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ഈ ഒരു സമയത്ത് മാത്രമാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കാൻ പറ്റുന്നത്, അതായത് ചായ കുടിക്കുന്ന സമയത്ത്. കാരണം എന്ന് വെച്ചാൽ വീക്കെൻഡ്സിൻ്റെ കാര്യമല്ല, വീക്ക് ഡേയ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. രാവിലെ ആകുമ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് ജിവേട്ടനും മോളും ഒന്നും ഉണ്ടാവില്ല എപ്പോഴും, ഉച്ചയ്ക്കും ഇല്ല. അപ്പോൾ ചായയും ഡിന്നറുമാണ് നമ്മളെല്ലാവരും ഒരുമിച്ചുള്ളത്. പക്ഷേ ഡിന്നറിന് പോലും എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം മോളുള്ളതുകൊണ്ട് തന്നെ ഒരാൾ വാവിനെ നോക്കും, ഒരാൾ കഴിക്കും. അങ്ങനെയാണ് ഇവിടെ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും കുറച്ച് നേരം വർത്തമാനം പറയുന്ന സമയം എന്ന് പറയുന്നത് ചായ കുടിക്കുന്ന സമയമാണ്. അങ്ങനെ വാവയും ഉണ്ട്, ഇടയ്ക്ക് അവിടെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. വാവ അവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡിന്നറിന് കഴിക്കുന്ന സെയിം ഐറ്റംസ് ആണ്, ഉച്ചയ്ക്ക് ലഞ്ചിന് കൊണ്ടുപോയി അതേ ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഡിന്നറിന് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ്. മാവ് എത്രത്തോളം ഫെർമെൻറ്റ് ആയെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം കുറേ നാളത്തിന് ശേഷം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താണ്. ഒരുപാട് കുഴപ്പങ്ങളും കുറവുകളും കാണാം. എല്ലാം ഒന്ന് ക്ഷമിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.